Welcome back. BGMI sir. Always knock finish sir. Shut up. Shut the hell up. നിങ്ങളെന്താ വിചാരിച്ചത്? ഞാൻ നിങ്ങളെപ്പോലെ എപ്പോഴും നോക്ക് ഫിനിഷ് ആവുന്ന ആളാണെന്നോ? നിങ്ങൾ നൂബ്സ് ആവുമായിരിക്കും നോക്ക് ഫിനിഷ്, പക്ഷെ ഞാനല്ല. ഞാനിതേ ഇറങ്ങി ലൂട്ടൊക്കെ പെരുക്കി തൻ്റെ പ്ലേയേഴ്സിനൊക്കെ ഫിനിഷ് ചെയ്ത്. കമൻറ്റിൽ ആരപ്പെടുന്നത് പ്ലെയർ അല്ല ബോട്ടായിരുന്നു എന്ന്. നിങ്ങളൊക്കെ ആയിരിക്കും ബോട്ടിനെ ഫിനിഷ് ചെയ്ത് കേടി കൂട്ടുന്ന ആൾക്കാർ. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഫിനിഷ് ചെയ്യുന്ന എല്ലാവരും റിയൽ പ്ലേയേഴ്സ് ആയിരിക്കും. ഞാൻ ഫിനിഷ് ചെയ്യുന്ന പ്ലേയേഴ്സിൻ്റെ കേടി എന്നേക്കാളും കൂടുതലായിരിക്കും. അങ്ങനത്തെ മാത്രമേ ഞാൻ ഫിനിഷ് ചെയ്യുള്ളൂ. അങ്ങനെ പ്ലേയേഴ്സിനൊക്കെ ഫിനിഷ് ചെയ്ത് ലൂട്ടൊക്കെ ചെയ്ത് ഞാനിതാ ഗ്രോണസിൻ്റെ മലയുടെ മുകളിലെത്തി. ഫസ്റ്റ് ടിപ്പ് തരാം ഞാൻ ഗൈസ്. ഒരിക്കലും ഇവിടെ നിൽക്കരുത്. അധികം നിൽക്കുകയാണെങ്കിൽ 2 മിനിറ്റ് കൂടുതൽ ഒരിക്കലും നിൽക്കരുത്. എന്നെപ്പോലെ പകുതി മാച്ച് ഇവിടെ തന്നെ ആക്കിയാൽ ഇതേപോലെ ആൾ വരും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഷോട്ട് ഗൺ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ. ഒരു തവണ നോക്കായി എന്ന് വെച്ച് ഇതേപോലെ കോൺഫിഡൻസ് ഒന്നും പോകുന്ന ആളല്ല ഞാൻ പിന്നെയും കളിക്കും. ഒരു നോക്കായാലും ബാക്കി 10 കളി ഡിന്നറായിരിക്കുമല്ലോ. അങ്ങനെ ആ കളി നോക്കായി ഫിനിഷായി. ഞാൻ അടുത്ത കളി തുടങ്ങിയതും തുടക്കം തന്നെ ഒരു ക്ലച്ചാണല്ലോ. നിങ്ങൾക്കൊക്കെ ഇത് കാണാനല്ലേ ഭാഗ്യമുള്ളൂ. നിങ്ങൾക്ക് ക്ലച്ച് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ലെഫ്റ്റ് സൈഡിലൊരു നോക്കിയിട്ട് ഞാൻ റൈറ്റ് സൈഡിലോട്ടൊരു പുഷ് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ടീംമേറ്റ് കോൾ തന്നു അവിടെ ഒരു പ്ലെയർ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ആ എനിമിയും ഈസിയായി ജമ്പ് ഷോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് ആ എനിമിയുടെ നിന്നുള്ള സാധനങ്ങൾ ലൂട്ട് ചെയ്ത്. ഇമ്പോർട്ടൻ്റ് എന്തായിരിക്കണം, നിങ്ങൾ എത്ര എനിമീസിനെ ഫിനിഷ് ചെയ്യുന്നു എന്നല്ല, നിങ്ങൾ എത്ര ലൂട്ട് ചെയ്യുന്നു എന്നാണ്. അങ്ങനെ ലൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് അത് വേറെ തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ ലൂട്ടൊക്കെ ചെയ്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു ആശാനെ നോക്ക് ചെയ്തു. ഞാൻ എന്നെ ഫിനിഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ആശാനെ നോക്ക് ചെയ്യാൻ പോകുന്ന സമയത്തിൽ ഞാൻ നോക്കായി. പക്ഷേ ആ എനിമിയുടെ ഫിനിഷ് കിട്ടിയെങ്കിലും എൻ്റെ ടീംമേറ്റ് ഇങ്ങോട്ട് വരാൻ കുറച്ച് സമയമെടുത്തു. അവനെയും പറയാൻ പറ്റില്ല, കാരണം അവിടെ നിറച്ചൊരു ടീം മൊത്തമായിരുന്നു. അവനെ ഓടി എൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അങ്ങനെ അതും തീർന്നു. പോട്ടെ, 2 കളിയിലേ നോക്കായുള്ളൂ. ഇതൊക്കെ നിങ്ങളൊക്കെ ദിവസം എത്ര തവണ നോക്കാവുന്നതാ? നിങ്ങൾ നോക്കാവുന്ന അത്ര ഡിന്നർ എടുക്കുന്ന ആളാണ് ഞാൻ. എന്നോട് 1-2 നോക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആവണമല്ലോ. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ വന്ന് കണ്ണ് വെച്ച് പിന്നെ ഞാനും നിങ്ങളെ പോലെ ആവും. എനിക്കങ്ങനെ നോബാവണ്ട. ഞാൻ പ്രോ ആയി തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ പിന്നെയും അടുത്ത കളിക്ക് വന്നു. ഗ്രോണസിൽ വന്നു. അതേ സ്ഥലത്ത് അതേ വീടിൻ്റെ മുകളിൽ പിന്നെയും ഞാനിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, ഈ വീടിൻ്റെ മുകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീടിൻ്റെ മുകളിലിരുന്ന് എന്നെ പുറകിൽ നിന്ന് ആരെങ്കിലും വന്ന് അടിച്ചിട്ടില്ല എന്ന ഒരു ദിവസം പോലുമില്ല. പോരെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ നോക്കിക്കോ. അതേ സ്ഥലത്തിരുന്ന് ഹെൽമെറ്റ് ഇല്ല, ലെവൽ 2 വെസ്റ്റ് ഉണ്ട്. അത് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീട്ടിലേക്ക് ഒരു സമയം പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പുറകിലോട്ട് നോക്കിയിരിക്കണം. പക്ഷെ നിങ്ങൾ എത്ര പുറകിലോട്ട് നോക്കിയാലും നിങ്ങളുടെ അവസ്ഥ എൻ്റെ പോലെയാവും. അങ്ങനെ ഞാൻ നോക്കായി. ശ്വാസം വിടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ടീംമേറ്റ് നോക്കായി. അങ്ങനെ ആ കളിയും പോയി. ആ കളിയിൽ നോക്കായി പിന്നെയും നോക്ക്. ഈ നോക്ക് എവിടെ നിന്ന് വന്നു? പിന്നെയും നോക്ക്, പിന്നെയും ഫിനിഷ്, പിന്നെയും നോക്ക്, പിന്നെയും ഫിനിഷ്. ഇങ്ങനെ തന്നെയായിരിക്കും. -13 ഇതിലൊക്കെ എന്തിരിക്കുന്നു? -13 പകരം അടുത്ത കളി ഞാൻ -30 എടുത്തു. അല്ലാതെ പിന്നെ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ കണ്ടു 1v4. അയ്യോ, പിന്നെയും നോക്ക്. എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ നോക്ക് ഗെയിം മാത്രം കാണിച്ചു തരുവാണ്. അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കോ 1v4 എങ്ങനെ ചെയ്യുവാന്ന്. ഞാൻ പിന്നെയും ഗ്രോണസിൻ്റെ അതേ വീട്ടിലിരുന്നു. അതേ ബാക്കിലൊരു വണ്ടിയിൽ പോയി അവനെ നോക്കാക്കണമെന്ന് എനിക്കുണ്ടായിരുന്നില്ല. കാരണം അവനെ വെറുതെ ഒന്ന് പേടിപ്പിച്ചു വിടാൻ മാത്രമായിരുന്നു എൻ്റെ പ്ലാൻ. ഒരാൾ എൻ്റെ അടുത്ത് റഷ് ചെയ്തു, അവനെ നോക്ക് ചെയ്തു. അടുത്ത ആളെ റഷ് ചെയ്തു.
അടുത്ത ആളെയും ഫിനിഷ് ചെയ്ത് ഞാനും വിചാരിച്ചു പിന്നെ പാവങ്ങളല്ലേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ ഫിനിഷ് ചെയ്യാം, അവരൊക്കെ കൂടെ ഒന്ന് റീകോൾ ആയിക്കൂടെ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ലൂട്ട് ചെയ്യാൻ പോയി. ലൂട്ട് ചെയ്ത് പിന്നെയും പോയി. അങ്ങനെ അവിടെ വന്നൊരുത്തൻ എന്നെ പെട്ടിയാക്കി. പക്ഷേ എൻ്റെ ടീമേറ്റുള്ളിടത്തോളം കാലം ഞാൻ നോക്കാവില്ലല്ലോ. അങ്ങനെ നോക്കാൻ അവൻ എന്നെ സമ്മതിക്കില്ലല്ലോ എൻ്റെ ടീമേറ്റ് അവനെ റിവൈവ് ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ ഒന്നും ഫിനിഷായി. എന്ത് ചെയ്യാം? പക്ഷേ എൻ്റെ ടീമേറ്റ് എന്നെ റീകോൾ ചെയ്തു. പിന്നെയും ഞാൻ അതേ സ്ഥലത്തെത്തി. ഒരു കാര്യം പറഞ്ഞാൽ ഗൈസ്, എൻ്റെയും എൻ്റെ ടീമേറ്റിൻ്റെയും മാച്ചിൻ്റെ ഒരു 75% പോകുന്നത് ഈ സ്ഥലത്ത് തന്നെയാണ്. ഗ്രോണസിൻ്റെ മല, ഗ്രോണസിൻ്റെ റീകോൾ ടവർ, മല റീകോൾ ടവർ, വീട് മല റീകോൾ ടവർ. അങ്ങനെ എൻ്റെ ടീമേറ്റ് നോക്കായതും വണ്ടിയിൽ അവർ ഫ്രഷ് ചെയ്തു. ആ സമയത്ത് എൻ്റെ വക ഒരു ക്ലച്ച്. ഈ സമയത്ത് ഞാൻ ക്ലച്ച് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ടീമേറ്റിൻ്റെ പെട്ടി എന്തായാലും ആവുമായിരുന്നു. പക്ഷെ അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. അവൻ്റെ പെട്ടി ഞാനാക്കി. ഞാൻ എൻ്റെ ടീമേറ്റിനെ റീകോൾ ചെയ്യാൻ പോയ സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, സോൺ വന്നു എന്ന്. പിന്നെ എന്താ നടന്നതെന്ന് എനിക്കും അറിയില്ല. എൻ്റെ ടീമേറ്റിൻ്റെ കോളും എൻ്റെ കോളും ഒക്കെ കൂടി കൺഫ്യൂഷൻ എന്ത് ചെയ്യണമെന്നറിയാതെ ടൈമും ഫുള്ള് പോയി. എന്നിട്ട് അവസാനം ഒരു മെഡിക്കിറ്റ് ചുറ്റി. ആ സമയം കൊണ്ട് പിന്നെയും ആയി എൻ്റെ പെട്ടി. ഇത്രയും നിങ്ങൾ കണ്ട സ്ഥിതിക്ക് എൻ്റെ ഒരു തവണയും കൂടി പെട്ടിയായ കളി കണ്ടോളൂ. ഞാനിതേ ലെഫ്റ്റിലൂടെ പോയപ്പോൾ ആ ഷാക്കിൻ്റെ പുറകിൽ ഒരാളുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ സ്ട്രെയിറ്റും ആളുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഷാക്കിൻ്റെ അവിടെ ഉള്ളവനെ തീർക്കാമെന്ന് വിചാരിച്ചു. ആദ്യം അവനെ അതിസാഹസികമായി ഞാൻ നോക്കാക്കി. ഹെൽത്തൊന്നും ഞാൻ വേണ്ടെന്ന് വെച്ചതാ ബാൻഡേജ് മെഡിക്കിറ്റ് കയറ്റുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ, എൻ്റെ ടീമേറ്റ് പറഞ്ഞതാ മെഡിക്കിറ്റ് ചുറ്റിക്കോ എന്നാലേ ശരിയാവുള്ളൂ എന്ന്. അങ്ങനെ മെഡിക്കിറ്റൊക്കെ ചുറ്റി ഞാൻ പോയി. ആ വീട്ടിൻ്റെ ഉള്ളിൽ ആളുണ്ടായിരുന്നു. അപ്പോൾ അവനെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു തീ ആദ്യം ഇട്ടു. ആ മോളിയിൽ അവൻ പോയി എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ചിക്കൻ ഡിന്നർ, നിങ്ങളെന്താ വിചാരിച്ചേ? ഈ കളിയിലും ഞാൻ എൻ്റെ പെട്ടിയാവുന്നോ? നിങ്ങളാകുമായിരിക്കും എല്ലാ കളിയിലും നോക്ക്, ഞാനെപ്പോഴും ഡിന്നർ. വേണ്ട, ഇതാണ് ഞാൻ. സോ താങ്ക് യു ഗൈസ്, ഇതുവരെയുള്ള എൻ്റെ മണ്ടത്തരം കേട്ടതിന്. നാളെ കാണുന്നവരെ ബൈ.